പ്രിയമുള്ള സഖാക്കളെ, സുഹൃത്തുക്കളെ, ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയം കൈകാര്യം ചെയ്ത് കേരളത്തിലെ മാധ്യമങ്ങളും കോൺഗ്രസ് BJP കൂട്ടുകെട്ടും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെയും വിശിഷ്യാൽ കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി കുടുംബാംഗങ്ങളെയും വ്യക്തിഹത്യ നടത്തിയ അപവാദ പ്രചരണങ്ങളുടെ എല്ലാ ചൂട്ടുകൊട്ടാരങ്ങളും തകർത്തതാണ് ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുഖ്യമന്ത്രിയുടെ മകൾ പ്രിയപ്പെട്ട വീണ ഇസ്ലാലോജിക്ക് കമ്പനിയുമായി ഉണ്ടാക്കിയ കരാറിന്റെ ഭാഗമായി കോടിക്കണക്കിന് രൂപ സമ്പാദിച്ചു എന്ന അപവാദം കേരളത്തിലെ മാധ്യമങ്ങളും കോൺഗ്രസ് നേതാവായിരുന്ന കുഴൽനാടനും പ്രതിനിധിച്ചു. മാസങ്ങളോളം ചാനൽ ചർച്ചകളിൽ ഒഴുകിയിരിക്കുകയും മുഖ്യമന്ത്രിയുടെ മകളിനെ ED അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു, നോട്ടീസ് കൊടുത്തിരിക്കുന്നു എന്ന് തുടങ്ങിയിട്ടുള്ള പ്രചണ്ഡമായ പ്രചരണങ്ങളാണ് മാർക്സിസ്റ്റ് വിരുദ്ധ മാധ്യമങ്ങൾ കേരളത്തിൽ നടത്തി. എന്നാൽ ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതി യാതൊരു തെളിവുമില്ലാതെയാണ് മാത്യു കുഴൽനാടൻ എന്ന കോൺഗ്രസ് നേതാവ് കോടതിയെ സമീപിച്ചതിരിക്കുന്നത് എന്നും ഏതെങ്കിലും ഊഹാപോഹത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കേസെടുത്ത് പൊതുപ്രവർത്തകരുടെ മാന്യതയും പൊതുപ്രവർത്തകരുടെ സംശുദ്ധിയെയും ചോദ്യം ചെയ്യപ്പെടാൻ കോടതിയുടെ സമയം ചെലവഴിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞ് കുഴൽനാടൻ ഹൈക്കോടതിയിൽ കൊടുത്ത കേസ് നിരുപാധികം തള്ളുന്ന സ്ഥിതി നമ്മൾ കണ്ടു. കേരളത്തിന്റെ രൂപീകരണ കാലഘട്ടം മുതൽ കേരളത്തിന്റെ എല്ലാ മേഖലകളിലും ഉയർന്നു വരികയും അതിന്റെ ഭാഗമായി കേരളത്തിന്റെ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ടുവന്ന് കേരളത്തിലൊന്നും നടക്കില്ല എന്ന് ജനങ്ങളാകെ വിധിയിരുത്തുന്ന സന്ദർഭത്തിലാണ് നമുക്കറിയാം 2016 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കേരളീയ സമൂഹത്തിനോട് വേണം നമുക്കൊരു പുതു കേരളം, അഴിമതിരഹിത മതനിരപേക്ഷ വികസിത കേരളം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചു. കേരളീയ സമൂഹം ആ മുദ്രാവാക്യത്തെ ഏറ്റെടുത്തു. 5 വർഷക്കാലം കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ജനങ്ങളോട് പറഞ്ഞിരുന്ന വാഗ്ദാനം ഒന്നാക്കി പാസാക്കി. മഹാമാരി ഉണ്ടായപ്പോ, കോവിഡ് ഉണ്ടായപ്പോ പട്ടിണിയും ദാരിദ്ര്യമില്ലാതെ ജനങ്ങളെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണെന്നും അതിന്റെ നേതാവായ സഖാവ് പിണറായി ആണെന്നും കേരളീയ സമൂഹം തിരിച്ചറിയും. കേരളത്തിലെ ചരിത്രത്തിൽ ആദ്യമായി രണ്ടാമത് ഒരു കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രി കേരള അധികാരത്തിൽ വരുന്നതിന് ഇടയായി. ഈ സാഹചര്യം വലതുപക്ഷ മാധ്യമങ്ങളെയും BJPയും കോൺഗ്രസിനെയും വിരളി പിടിക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിയെയും കുടുംബാംഗങ്ങളെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഹീനമായ രാഷ്ട്രീയമാണ് കേരളത്തിൽ അരങ്ങിയത്. ഇത് ഏതെങ്കിലും ഒരു കാലഘട്ടത്തിലല്ല, കേരളത്തിന്റെ വലതുപക്ഷ മാധ്യമങ്ങളെയും കോൺഗ്രസിന്റെയും കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നടത്തിയിട്ടുള്ള പിന്നാമ്പുറ കഥകളെല്ലാം പരിശോധിച്ചാൽ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ആത്മാർത്ഥതയും അന്തസ്സുമുണ്ടെങ്കിൽ തനിക്ക് തെറ്റുപറ്റിയെന്ന് മാത്യു കുഴൽനാടൻ കേരളീയ സമൂഹത്തിനോട് മാപ്പ് പറയേണ്ടതാണ്. പക്ഷെ നസ്രത്തിൽ നിന്ന് നന്മ പ്രതീക്ഷിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ പോലെ മാത്യു കുഴൽനാടനെ പോലെ അധമ രാഷ്ട്രീയത്തിന്റെയും എല്ലാ നെറികെട്ട രാഷ്ട്രീയവും കൈകാര്യം ചെയ്യുന്ന മാത്യു കുഴൽനാടന്റെ ആളിൽ നിന്നും അത്തരം ഒരു പ്രതികരണം പ്രതീക്ഷിക്കേണ്ടതില്ല. എന്നാൽ കേരളീയ സമൂഹത്തിനിടയിൽ ഇടതുപക്ഷ രാഷ്ട്രീയത്തിലുണ്ടാകുന്ന ഉജ്ജ്വലമായ നേട്ടത്തെയും ആ നേട്ടത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും സധൈര്യമായി ഇടതുപക്ഷ രാഷ്ട്രീയത്തിന് തെളിമയാർന്ന രാഷ്ട്രീയത്തെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിശേഷിക്കാൻ CPM-നും നല്ല ആത്മവിശ്വാസത്തോടു കൂടി നല്ല അന്തസ്സോടു കൂടി മുന്നോട്ട് പോകാൻ കഴിയും എന്നുള്ളതാണ് ഇന്നലെ മാത്യു കുഴൽനാടന്റെ കേരള ഹൈക്കോടതിയിൽ അദ്ദേഹം കൊടുത്ത കേസ് തള്ളിക്കൊണ്ടുണ്ടായ വിധി. ഈ വിധിയെ സംബന്ധിച്ച് മാധ്യമങ്ങൾ ഇന്നലെ പറഞ്ഞ ചാനൽ ചർച്ചകൾ കോട്ടിട്ട ജഡ്ജിമാർ പറഞ്ഞത് ഞങ്ങൾക്ക് നേരത്തെ ഇത് അറിയാമായിരുന്നു എന്ന് ഇന്നലെ പല മാധ്യമങ്ങൾ പറഞ്ഞു. എന്നാൽ അതേ മാധ്യമങ്ങളെല്ലാം തന്നെ
മാത്യു കുഴൽനാടിന്റെ കേസിനെ പിന്തുണച്ചുകൊണ്ട് ഇതാ വരാൻ വേണ്ടി പോകുന്നു, മുഖ്യമന്ത്രിയെ മകളെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നു, മുഖ്യമന്ത്രിയുടെ വീട്, അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതി ഈടെ റെഡി ചെയ്യാൻ വേണ്ടി പോകുന്നു എന്ന രൂപത്തിലുള്ള പ്രചാരവേല സംഘടിപ്പിച്ച മാധ്യമങ്ങൾക്കും അതുപോലെ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തിനും കനത്ത തിരിച്ചടിയാണ് ഇന്നലെ ബഹുമാനപ്പെട്ട ഹൈക്കോടതിയിൽ ഉണ്ടായിട്ടുള്ളത്. ഈ സാഹചര്യത്തിൽ ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയത്തെ നല്ലതുപോലെ തിരിച്ചറിയാനും നാം ഉയർത്തിപ്പിടിക്കുന്ന വസ്തുനിഷ്ഠ രാഷ്ട്രീയത്തിന് കേരളീയ സമൂഹത്തിനിടയിൽ സ്വീകാര്യത ഉണ്ടാകുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ നാം പങ്കാളിയാകേണ്ട സന്ദർഭത്തിലാണ് എത്തി നിൽക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലുള്ള പ്രചാരണ പ്രവർത്തനങ്ങളിൽ എല്ലാ ജനവിഭാഗങ്ങളും വിശേഷിച്ചാൽ CPM-ന്റെ എല്ലാ പ്രവർത്തകന്മാരും അണിനിരക്കണം എന്ന് അഭ്യർത്ഥിക്കുന്നു.